ലൈഫിലെല്ലാം തികഞ്ഞ ആൾക്കാരില്ല, എല്ലാത്തിലും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവില്ല. എന്ന് വെച്ചാൽ അപ്പം നമ്മൾ ഈ കാണുന്നവരോ ഭയങ്കര ഫിനാൻഷ്യലി ഒക്കെ ഭയങ്കര സക്സസ് ആയിട്ടുള്ള ആൾക്കാരോ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ അവരുടെ ഏറ്റവും പോസിറ്റീവ് സൈഡ് പ്ലസൻറ്റ് വേർഷൻ ആയിരിക്കും ആൾക്കാരുടെ അടുത്ത് കാണിക്കുന്നുണ്ടാവുക. അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയ വഴിയോ അല്ലെങ്കിൽ നമ്മൾ ഒരാളെ പരിചയപ്പെടുന്ന സമയത്ത് നമ്മൾ അവരുടെ ഏറ്റവും ബെസ്റ്റ് സൈഡ്, പോസിറ്റീവ് സൈഡ്, ഹാപ്പി ഫേസ് കാണുക. ദാറ്റ് ഡസൻ മീൻ അവരുടെ ലൈഫിൽ നെഗറ്റീവ്സ് നടക്കുന്നില്ല, അല്ലെങ്കിൽ ഡിസപ്പോയിൻമെൻറ്റ്സ് ഇല്ല, അവരുടെ ലൈഫിൽ സ്ട്രഗിൾ ഇല്ല എന്നല്ല. ഇതൊക്കെ ഉണ്ട്. അവരതൊന്നും പറഞ്ഞ് നടക്കാനോ പുറത്ത് കാണിക്കാനോ ആഗ്രഹിക്കുന്നില്ല. അവരതിൻ്റെ ബെസ്റ്റ് വേർഷൻ മാത്രമാണ് മറ്റുള്ളവരിലോട്ട് എത്തിക്കാനും കാണിക്കാനും ആഗ്രഹിക്കുന്നത്. പ്രൈവസിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് വയ്ക്കുന്നുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് വയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ കൂടുതൽ പോസിറ്റീവിലോട്ട് നോക്കുന്ന ആൾക്കാരാണെന്നർത്ഥം. നമ്മളതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പോൾ ഈ സോഷ്യൽ മീഡിയാസിലൂടെ അല്ലാതെ നമ്മൾ ആൾക്കാരിൽ ഡയറക്റ്റ്ലി പരിചയപ്പെടുന്നത് വഴിയോ, അല്ലെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ കണ്ടിട്ട് നമ്മൾ അവർക്കൊക്കെ അതൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ ലൈഫ് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അവരൊക്കെ ഇതൊക്കെ അച്ചീവ് ചെയ്യുന്നു, അവർക്കെല്ലാം എളുപ്പത്തിൽ കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു പെർഫെക്ഷനിസ്റ്റ് ആവാൻ, അല്ലെങ്കിൽ ഒരു പെർഫെക്ഷൻ്റെ പുറത്ത് പോവുക, അല്ലെങ്കിൽ അതിൻ്റെ പിന്നാലെ നടക്കുക എന്ന് പറയുന്നത് ഒരു ട്രാപ്പാണ്. നമ്മൾ പലപ്പോഴും പെർഫെക്റ്റ് ആവാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ജെനുവിൻ ആയിട്ടുള്ള നമ്മുടെ ഫീലിങ്സ്, നമ്മുടെ ചുറ്റുമുള്ള ഫീലിങ്സ്, ആൾക്കാരുടെ ഫീലിങ്സ് നമ്മൾ മറക്കുന്നുണ്ട്. അല്ലെങ്കിൽ ശരിക്കും നമുക്ക് എന്താണ് വേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കാതെയാണ് വേൾഡിൻ്റെ കണ്ണിൽ, അല്ലെങ്കിൽ സൊസൈറ്റിയുടെ കണ്ണിൽ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരുടെ മുന്നിൽ പെർഫെക്റ്റ് ആവാൻ വേണ്ടി ഓടുമ്പോൾ നമുക്ക് റിയലായിട്ട് എന്താ വേണ്ടത്, ജെന്യുവനായിട്ട് നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നമ്മൾ മറന്നു പോകും. നമ്മുടെ ചുറ്റുമുള്ളവർ എന്താണ്, എങ്ങനെയാണ് നമ്മുടെ ശരിക്കും ഒരു ലൈഫ് വർക്കാവുന്നത് ഇങ്ങനെയാണെന്നുള്ളൊരു സത്യം നമ്മൾ മറന്നു പോകും. നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ നമ്മുടെ ലൈഫിൽ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയസിൽ കാണുന്ന പോലെ നമ്മുടെ ലൈഫ്, അല്ലെങ്കിൽ കഥകളിൽ കേൾക്കുന്ന ലൈഫിലേക്ക് നമ്മൾ പോകാൻ ശ്രമിക്കുമ്പോൾ റിയാലിറ്റി എന്താ നമ്മൾ മറന്നു പോവുകയാണ്. നമ്മൾ കമ്പയർ ചെയ്ത് നമ്മളെ തന്നെ നമ്മൾ ഇല്ലാണ്ടാക്കുകയാണ്, നമ്മളെ തന്നെ നമ്മൾ വില കുറച്ച് കാണുകയാണ്, നമ്മളെ തന്നെ നമ്മൾ ഡിസ്റെസ്പെക്റ്റ്ഫുൾ ആയിട്ട് സംസാരിക്കുകയാണ്. സോ നമുക്ക് പെർഫെക്ഷൻ അല്ലെങ്കിൽ പെർഫെക്റ്റ് അല്ല ആവേണ്ടത് ആക്ച്വലി ലൈഫിൽ. നമ്മളുടെ എല്ലാവരുടെയും സിറ്റുവേഷൻ ഡിഫറെൻ്റാണ്. ഓരോരുത്തരും വളർന്നു വരുന്ന ഓരോ സാഹചര്യങ്ങൾ, അവരുടെ ഫാമിലി, അവരുടെ റിലേഷൻഷിപ്സ്, അവരിൽ ആൾക്കാർ ചെലുത്തിയ ഇൻഫ്ലുവൻസ്, അവരുടെ ചുറ്റുമുള്ള ആൾക്കാർ, ഫിനാൻഷ്യൽ സാഹചര്യങ്ങൾ, ഇമോഷണൽ സാഹചര്യങ്ങൾ, മെൻ്റൽ സാഹചര്യങ്ങൾ, ഇതൊക്കെ വ്യത്യസ്തമായിരുന്നു. ഫിസിക്കൽ, ഇമോഷണൽ എല്ലാ ബാക്ക്ഗ്രൗണ്ടും എല്ലാം വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മൾ മറ്റൊരാളെ കണ്ടിട്ട് പെർഫെക്ഷനിസ്റ്റ് അല്ലെ ഒരു പെർഫെക്ഷനിസത്തിനല്ല നമ്മൾ വാല്യൂ എടുക്കേണ്ടത്. ആക്ച്വലി നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അതിൻ്റെ ഒരു ബെറ്റർ വേർഷൻ ആക്കാൻ നോക്കുക. നമ്മളുടെ ബെറ്റർമെൻ്റാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഇപ്പം നിൽക്കുന്നതിൽ നിന്നും ബെറ്റർ ആവാൻ ശ്രമിക്കുക. നമ്മുടെ ക്യാരക്ടറിൽ, ഫിസിക്കൽ ഹെൽത്തിൽ, മെൻ്റൽ ഹെൽത്തിൽ, ഇമോഷണൽ വെൽബീയിങ്ങിൽ, നമ്മൾ പെരുമാറുന്ന രീതി, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, നമ്മുടെ ആർട്സ്, നമ്മുടെ സ്റ്റഡീസ്, നമ്മുടെ വർക്ക് സ്പേസിൽ നമ്മളെങ്ങനെയാണോ നമ്മുടെ വർക്കിംഗ് രീതികൾ, അല്ലെങ്കിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നത്, ഇതിൻ്റെയൊക്കെ ഒരു ബെറ്റർമെൻ്റ് ആകുക, അല്ലെങ്കിൽ ഒരു ബെറ്റർ വേർഷൻ ആകാൻ ശ്രമിക്കുക. ഈ ഫാൻറ്റസി വേൾഡിൽ നമ്മൾ അത്തരം കാര്യങ്ങളുടെ പിന്നാലെ പോകാതെ ലൈഫിൽ എന്താണ് നമുക്ക് ലോജിക്കലി വർക്കാവുക, അല്ലെങ്കിൽ നമ്മുടെ ചില നമ്മളുടെ മനസ്സിൽ ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ ലോജിക്ക് വർക്കാവാറില്ല. നമ്മളെ എന്താണ് ട്രൂലി ഹാപ്പി ആക്കുക, നമ്മളെ ട്രൂലി സാറ്റിസ്ഫൈഡ് ആക്കുക, നമ്മളുടെ ലൈഫിലൊരു ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റുക, ലൈഫിനെ കുറച്ചൊരു കളർഫുൾ ആക്കാൻ പറ്റുക എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി അതിനു വേണ്ടിയാവണം നമ്മൾ ഓരോ ദിവസവും, അല്ലെങ്കിൽ ഓരോ മൊമെൻറ്റിൽ, അല്ലെങ്കിൽ നമ്മൾ ഓരോ എഫേർട്ടും എടുക്കാൻ, നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാൻ, നമ്മൾ സമയം കണ്ടെത്താൻ, അതിനൊക്കെ വേണം നമ്മൾ വാല്യൂ കൊടുക്കാൻ. ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക, നമ്മുടെ പീസ് ഓഫ് മൈൻഡിന് വാല്യൂ വയ്ക്കുക, നമ്മളുടെ ട്രൂ ഹാപ്പിനെസ്സിലേക്ക് എത്താൻ വേണ്ടിയുള്ള എഫേർട്ടുകൾ എടുക്കുക. എനിക്ക് എല്ലാ സമയത്തും നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റില്ല, ബട്ട് നമ്മുടെ ചുറ്റുമുള്ള സിറ്റുവേഷൻസിനെ നമുക്ക് ഒരു കൂൾ മൈൻഡ് സെറ്റിൽ കാണാൻ പറ്റും. നമ്മളുടെ പല കാര്യങ്ങളും കാണുന്നതിൻ്റെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്താൽ തന്നെ ലൈഫിലെ പല പ്രശ്നങ്ങളും വളരെ ചെറുതായിരുന്നു എന്ന് നമുക്ക് തോന്നും. ഒന്ന് പുറമോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ പണ്ട് നമ്മൾ ഫേസ് ചെയ്ത് വന്ന പല പ്രശ്നങ്ങളും അന്ന് നമ്മൾ ഭയങ്കരമായിട്ട് മനസ്സ് വിഷമിച്ച പല കാര്യങ്ങളും ചെറുതാണെന്ന് തോന്നും. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റത്തില്ലെങ്കിലും നെഗറ്റീവ് ആക്കുന്ന കാര്യങ്ങളെ ഒഴിവാക്കാൻ പറ്റുന്ന, എല്ലാം നമുക്ക് ഒഴിവാക്കാൻ പറ്റണമെന്നില്ല, ബട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന നെഗറ്റീവ് സാഹചര്യങ്ങളെ ഒഴിവാക്കാൻ ശ്രമിക്കുക. അതിനൊരു പോസിറ്റീവ് സൈഡിൽ കാണാൻ ശ്രമിക്കുക. ഓരോ സ്ട്രഗിളും, ഓരോ പ്രോബ്ലംസും, ഓരോ പ്രശ്നങ്ങളും, ഓരോ നെഗറ്റീവ്
ആയിട്ടുള്ള ആൾക്കാർ നമ്മളെ ഓരോ പുതിയ പാഠം പഠിപ്പിക്കാൻ, അല്ലെങ്കിൽ അതിൽ നിന്നൊരു റിയൽ ലൈഫിലേക്ക് നാളെ നമുക്ക് ബെനിഫിറ്റ് ആവുന്ന എന്തെങ്കിലും ഒരു ലൈഫ് ലെസൺ ടീച്ച് ചെയ്യാനോ, അല്ലെങ്കിൽ നമ്മളൊരു കുറച്ചുകൂടി സ്ട്രോങ് പേഴ്സൺ ആക്കാനോ ആണ് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ചിന്തിച്ച് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ സിറ്റുവേഷനെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും.